ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നയനയും നവ്യയും കനകയും ഗോവിന്ദനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അമ്മ അച്ഛനൊന്നും വിഷമിക്കേണ്ട, അവൾ വരും, അവളുടെ കൂട്ടുകാരെയൊക്കെ ഒന്ന് കണ്ടോട്ടെ. എന്തായാലും അവൾ നാളെ പോയി കഴിഞ്ഞാൽ പിന്നെ അവരെയൊന്നും കാണാൻ പറ്റില്ലല്ലോ അമ്മേ. മോളെ, ഒരു കാര്യം ചെയ്, നീ അവളെ വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറ. നമ്മൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അവളെ കൂട്ടുകാരോടൊപ്പം പോയി കഴിഞ്ഞാൽ പിന്നെ അത്ര പെട്ടെന്നൊന്നും ഇങ്ങോട്ട് വരില്ല എന്നും ഗോവിന്ദ് പറയുക. അത് കേട്ടതും രണ്ടുപേരും പരസ്പരം മുഖത്തോട്ട് നോക്കുക. സാരില്ലച്ചാ, എന്തായാലും അവൾ വരട്ടെ, വെറുതെ വിളിച്ച് ശല്യം ചെയ്യണ്ട. അല്ല മോളെ, ഈ കൂട്ടുകാരോടൊപ്പം അനിയും ഉണ്ടാവുമോ? അതൊന്നും അറിയില്ലമ്മേ, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അനിയുണ്ടെന്ന് കരുതി ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അവർ തമ്മിൽ കാണുന്നത് നിർത്തണം മോളെ. വെറുതെ അവരെ തമ്മിൽ ഇങ്ങനെ കാണാൻ അനുവദിച്ചാലുണ്ടല്ലോ, അത് നാളെ വേറെ എന്തെങ്കിലും വഴിയൊരുക്കും. അതുകൊണ്ട് അതങ്ങ് നിർത്തിക്കേക്കണം എന്നൊക്കെ പറയുകയാണ്. അത് കേട്ടതും അതൊക്കെ അവൾ പോട്ടെ അച്ഛാ, എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. നാളെ അവൾ SI ആവാൻ പോകുമല്ലേ, എന്തായാലും അവൾ ക്യാമ്പിനൊക്കെ പോയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. അവളുടെ കല്യാണമാണ് അടുത്തത് നോക്കേണ്ടത്. കല്യാണമൊന്നും കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവൾക്ക് കല്യാണത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കല്യാണമെന്ന് കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് കലിയ. ശരി എന്നാൽ എല്ലാവരും വാ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും അകത്തേക്ക് പോവുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജയനെയും അജയനെയും ആദർശിനെയുമാണ്. മാരാര് വക്കീലിനോട് വിളിച്ചു പറഞ്ഞു എന്നാ അച്ഛൻ പറഞ്ഞത്. പക്ഷേ അച്ഛൻ പറഞ്ഞതനുസരിച്ച് മാരാര് വക്കീൽ അച്ഛൻ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കേസ് ഏറ്റെടുത്തു കഴിഞ്ഞു. അത് ഈ കേസ് ആരാണ് മാരാർ വക്കീലിനെ ഏൽപ്പിച്ചെന്നാ ഒരു പിടിയും കിട്ടാത്തത്. അല്ല, ഇനി നന്ദുവിൻ്റെ കുടുംബത്തിന് മാരാർ വക്കീലുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാവുമോ? അത് കേട്ടതും ആദർശ്, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നയന എന്നോട് പറയായിരുന്നല്ലോ ഇളയച്ച. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും മാരാർ വക്കീലിനെ ഈ കേസ് ഏൽപ്പിച്ചത്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇതിനിടയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, അതെന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. മാരാർ വക്കീലിനെ അറിയാവുന്ന ആരോ ആണിത് ചെയ്തിരിക്കുന്നത്. ഈ സമയം ദേവയാനി വരിക. ദേവയാനി വന്നതും നമ്മുടെ ജയൻ, എന്ത് ചെയ്യാനാ, മാരാർ വക്കീൽ ഈ കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ എന്ത് വില കൊടുത്തും അയാൾ ജയിക്കുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. എന്നാലും എനിക്കൊരു പേടി. നിന്നെപ്പോലെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടേ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുമെന്നൊരു സംശയമുണ്ട്. അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞത്? നന്ദു നല്ല പെൺകുട്ടിയാണെന്ന് എനിക്കറിയാം. അത് മാത്രമല്ല, അവൾ ചെയ്തത് ന്യായമായ ഒരു കാര്യമാണ്. വഴി കൂടെ പോകുന്ന ഒരുത്തൻ ശല്യം ചെയ്തു. അതിന് അവനോട് ചോദിച്ചു. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ പ്രതികരിക്കാതിരുന്നാലുണ്ടല്ലോ, അവന്മാരും പെൺകുട്ടികളുടെ മെക്കിട്ട് കയറും. ആ സമയത്ത് നല്ലൊരു കാര്യമാണ് നന്ദു ചെയ്തത്. അതുകൊണ്ട് അതിനെ എന്തായാലും എതിർക്കാൻ കഴിയില്ല. എന്തൊക്കെ സംഭവിച്ചാലും നന്ദുവിൻ്റെ ഈ കാര്യത്തിൽ എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ആ കുട്ടി നിരപരാധിയാണെങ്കിൽ ആ കുട്ടി രക്ഷപ്പെട്ടിരിക്കും എന്നും ദേവയാനി. നീ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണ് ദേവയാനിയെങ്കിൽ ഉറപ്പായിട്ടും നന്ദു രക്ഷപ്പെടുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്ന് ജയനും ആദർശമൊക്കെ പറയുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാമികയും ജലജയും ഒക്കെയാണ്. എന്നാലും എനിക്ക് നല്ല സന്തോഷമായി മോളെ. നീയും നിൻ്റെ അച്ഛനും അമ്മയും കാരണമാണ് ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതിലെനിക്ക് നല്ല സന്തോഷമുണ്ട്. ഈ കാര്യം എങ്ങാനും എൻ്റെ മോനെയാണ് ഏൽപ്പിച്ചിരുന്നെങ്കിൽ തീർന്നാനെ. അവനത് കുളവാക്കുമെന്ന് മാത്രമല്ല, അടിയും കൊണ്ടിട്ട് വരികയും ചെയ്യും. എന്തായാലും എനിക്ക് നല്ല അഭിമാനം തോന്നുന്നു നിങ്ങളെക്കുറിച്ച് ഓർത്ത്. അത് പിന്നെ ഞാൻ ചെയ്യാതിരിക്കുമോ അപ്പച്ചി? എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട് അവളോട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ കയറി തല്ലിയതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ ജീവിതം അവൾ തകർക്കാൻ വേണ്ടി നടക്കുക. അങ്ങനെയുള്ളപ്പോൾ അവളെ ഞാൻ വെറുതെ വിടുമെന്ന് അപ്പച്ചിക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ ജീവിതം തകർക്കുക എന്ന് മാത്രമല്ല, അവൾ SI ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെയൊക്കെ നെഞ്ചത്ത് കയറി കിടന്ന് കളരി പഠിക്കുകയുള്ളൂ. അങ്ങനത്തെ ഒരുത്തി അവൾ. അത് കേട്ടതും നമ്മുടെ ജാനകി, അത് ശരിയാ മോളെ. എന്തായാലും കരാട്ടയും കളരിയൊക്കെ അറിയുന്നവളാ. അതുകൊണ്ട് നമ്മളിത്തിരി സൂക്ഷിച്ചേ മതിയാകും. എന്തൊക്കെയായാലും അവളിപ്പോൾ ജയിലിൽ കിടക്കും. അവിടെ നിന്നും അവൾ ഉറപ്പായിട്ടും വലിയ ജയിലിലേക്ക് പോകും. അങ്ങനെ ജയിലിൽ കിടന്ന് അവളുടെ ജീവിതം നശിക്കും, അത് ഉറപ്പാ എന്നൊക്കെ അനാമിക പറയുക. എനിക്കെന്തായാലും സന്തോഷമായി. പക്ഷേ ഒരു പേടിയുണ്ട്, ഇവിടുന്ന് ആരെങ്കിലും അവളെ പുറത്തിറക്കുമെന്ന്. അതെങ്ങനെ നടക്കാൻ അപ്പച്ചി? അവളുടെ പേരിൽ കേസായി കഴിഞ്ഞു. അത് മാത്രമല്ല, തല്ലുകൊണ്ടവനും ബാധിക്കപ്പെട്ടവളും കേസ് കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരിക്കലും അവൾക്ക് ജാമ്യം പോലും കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളെ ആർക്കും പുറത്തിറക്കാനും കഴിയില്ല. ഇത് ഞാൻ പറഞ്ഞത് സത്യ, നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ എന്നും പറയണം. അന്ന് പറഞ്ഞുകൊണ്ട് അനാമിക എഴുന്നേറ്റ് പോവുക. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അനാമിക തിരിഞ്ഞു നോക്കിയിട്ട്, പിന്നെ അവൾ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ഒരാൾക്ക് ഭയങ്കര സങ്കടം.
എനിക്ക് അവന് അവളെന്ന് വെച്ച ജീവനാണല്ലോ. അതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടത്തിലാണ് നടക്കുന്നത്. അത് കേട്ടതും നമ്മുടെ ജാനകി അത് ശരിയാ. അങ്ങനെ അനാമിക അങ്ങോട്ട് പോയി കഴിഞ്ഞതും ജാനകി അനാമിക പറഞ്ഞതിലും കാര്യമുണ്ട്. എനിക്കത് ഭയങ്കര സങ്കടമായിട്ടുണ്ടാവും നന്ദു ജയിലിൽ കിടക്കാൻ പോകുമ്പോൾ. അത് കേട്ടതും അവന് സങ്കടം ഉണ്ടെങ്കിൽ അവനെയും ഞാൻ ഇവിടെ നിന്ന് ജയിലിൽ കിടത്തും. എനിക്കിപ്പോൾ എൻ്റെ മോനേക്കാളും പ്രിയപ്പെട്ടതാ എൻ്റെ മരുമോള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമോ നന്ദു ഇങ്ങനെ. അപ്പോഴേക്കും അനി വരിക. അനി ഓടി വന്ന് നന്ദുവിൻ്റെ അടുത്തേക്ക്, നന്ദു എന്താ നന്ദു ഇത്, എന്താ പറ്റിയേ, ഒന്നും പറയണ്ട അനി, എനിക്കറിയാലോ എൻ്റെ സ്വഭാവം. തെറ്റായിട്ട് എന്തെങ്കിലും കണ്ട ഞാൻ പ്രതികരിക്കും. അതുപോലൊരു സംഭവം ഇന്ന് നടന്നത്. ഞാൻ വരുന്ന വഴി ഒരു പെൺകുട്ടിയോട് ഒരുത്തൻ അപമര്യാദയായിട്ട് പെരുമാറുന്നത് കണ്ടു. അതിനെ ചോദ്യം ചെയ്ത് ഞാൻ അവനെ തല്ലി, അത്രയേ ഉള്ളൂ. അത് മാത്രമല്ല, അവനിപ്പോൾ പത്തവാരിയെല്ലാം ഒടിഞ്ഞ് ആശുപത്രിയിലാണെന്നും പിന്നെ അവന് ഉപദ്രവിച്ച ആ പെൺകുട്ടി ഞാനാണ് അടിച്ചതെന്ന് മൊഴി കൊടുത്തിട്ടുണ്ടെന്നാണ് കേട്ടത്. അതിൻ്റെ അർത്ഥം എന്നെ ആരോ കെണിയിൽപ്പെടുത്തിയതാണെന്ന് എനിക്ക് മനസ്സിലായനി. മനഃപൂർവ്വം എന്നെ ആരോ ചതിച്ചതാ. അത് കേട്ടതും അത് പിന്നെ പ്രത്യേകം പറയണമെന്നെന്തോ, ഇത് അവളുടെ അച്ഛനും അമ്മയും തന്നെയായിരിക്കും അനാമികയുടെ. അതെനിക്ക് സംശയമില്ലാതില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്തിട്ടാണെന്ന് എനിക്കറിയില്ല. എൻ്റെ സ്വഭാവം എന്താ ഇങ്ങനെയെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എത്രയൊക്കെ കിട്ടിയാലും ഞാനെന്താ പഠിക്കാത്തത് തന്നെ. മറ്റുള്ളവരോട് സഹായിച്ച് അവരുടെ സങ്കടങ്ങൾ കണ്ട് ഞാൻ നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്ത് ചെയ്യാനാ, എൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. സാരമില്ല നന്ദു, താൻ പേടിക്കണ്ട. തൻ്റെ ഈ നല്ല സ്വഭാവത്തിന് തനിക്കൊന്നും സംഭവിക്കില്ല. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറങ്ങാനുള്ള കാര്യങ്ങൾ നോക്കാം. മാരാർ വക്കീലിനെ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു അനി. എനിക്ക് ആ വക്കീലിനെ മുമ്പ് പരിചയമൊന്നുമില്ല. ആ വക്കീലിനെ ഏർപ്പാടാക്കിയതാരാന്ന് അറിയില്ല. മുത്തശ്ശനെ വിളിച്ചു പറഞ്ഞത്. പക്ഷേ വക്കീലിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് മുത്തശ്ശന് മുമ്പേ മറ്റാരോ ആ നന്ദുവിന് വേണ്ടി മാരാർ വക്കീലിനെ വെച്ചിട്ടുണ്ടെന്നാ. മാരാർ വക്കീൽ ഒരു കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് നന്ദു. വിശ്വാസത്തോടെ ഇരിക്കും. എന്തായാലും പേടിക്കാനൊന്നുമില്ല. നന്ദുവിനെ എങ്ങനെ പുറത്തിറക്കണമെന്ന് എനിക്കറിയാം. ഇനിയിപ്പോൾ നാളെ നന്ദുവിന് എസ് ഐ ക്യാമ്പിലേക്ക് പോകാനുള്ളതല്ലേ. അത് കേട്ടതും എൻ്റെ സ്വപ്നമായിരുന്നു അത്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് പഠിച്ച് പരീക്ഷ എഴുതിയത്. ഇനിയിപ്പോൾ ആ സ്വപ്നങ്ങളൊക്കെ നടക്കുമെന്ന് അറിയില്ല. ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ക്രിമിനൽ കേസിൽ പെട്ടതുകൊണ്ട് എനിക്ക് എസ് ഐ ആകാൻ പറ്റുമെന്നും അറിയില്ല. സാരില്ല. പക്ഷേ എന്നെ ജീവിക്കാൻ അനുവദിക്കാതിരുന്ന ഇപ്പോൾ ഭാര്യയെല്ലാം ഒടിഞ്ഞ് കിടക്കുവാണെന്ന് പറഞ്ഞ അവളെയും ഞാൻ തീർക്കും. എന്നിട്ട് ജീവിതകാലം മുഴുവനും അങ്ങ് ജയിലിൽ കിടക്കാമെന്ന് ഞാൻ തീരുമാനിക്കുവാനേ. അത് ഉറപ്പാ. അത് കേട്ടതും അത് ശരിയാ നന്ദു. നിന്നെ ഈ അവസ്ഥയിലാക്കിയവരെയൊക്കെ നീ വെറുതെ വിടരുത്. അവർക്കൊക്കെ പണി കൊടുക്കണം. അതിന് എൻ്റെ ഭാര്യ ആയാലും അവളുടെ അച്ഛനായാലും അമ്മയായാലും ശരി എന്നൊക്കെ പറയണം. അത് കേട്ടതും നമ്മുടെ നന്ദു ഇങ്ങനെ ആകെ സാങ്കേതമായിട്ട് നിൽക്കുക. അപ്പോൾ നന്ദുവിൻ്റെ കൈ ചേർത്ത് പിടിച്ചിട്ട് തന്നെ വിഷമിക്കേണ്ട, എങ്ങനെയെങ്കിലും തന്നെ ഇവിടുന്ന് പുറത്തിറക്കാനുള്ള വഴി ഉണ്ടാക്കാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുക. അപ്പോൾ ഒരു വനിതാ കോൺസ്റ്റബിൾ വരിക. ആരാ, കാമുകനാണോ? അല്ല, എൻ്റെ ഭർത്താവ്. പിന്നെ എൻ്റെ മാത്രമല്ല, വേറൊരു പെൺകുട്ടിയുടെയും കൂടിയാണ്. അല്ല, നിങ്ങളുടെ നിപ്പ് സംസാരം കൊണ്ടപ്പോൾ അങ്ങനെ തോന്നി, അത് എൻ്റെ തെറ്റല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദോട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാമികയാണ്. മുത്തശ്ശിയും അവിടെ ഇരിക്കുക. അപ്പോഴേക്കും നമ്മുടെ അനി അങ്ങോട്ട് വരിക. മുത്തശ്ശി മുത്തശ്ശൻ വിചാരിച്ചാലും അവളെ പുറത്തിറക്കാൻ പറ്റില്ലെന്നാണ് മുത്തശ്ശി തോന്നുന്നേ. ആകെ മൊത്തത്തിൽ പെടുത്തി വെച്ചിരിക്കുക അവളെ. ആകെ സങ്കടമുള്ളൊരു കാര്യമാണ്. നാളെ പോലീസ് ട്രെയിനിങ് ക്യാമ്പിന് പോകാനുള്ളവളാണ്. അവളിങ്ങനെ ആക്കിയത് ആരാണെങ്കിലും അവരനുഭവിക്കും. അത് കേട്ടത് അനാമിക ചിരിക്കുക. എന്തിനാടാ അനുഭവിക്കുന്നേ? അവളെ ഈ അവസ്ഥയിലാക്കിയത് ആരാണെങ്കിലും അവൾ തല്ലി ചതച്ചവരായിരിക്കും. അതുകൊണ്ട് ആരും അനുഭവിക്കാൻ പോകുന്നില്ല. ഞാനൊരു കാര്യം പറയാം. എന്തൊക്കെ സംഭവിച്ചാലും നിൻ്റെ ആ നന്ദു എന്ന് പറയുന്നവൾ ചെയ്തതേ ഒട്ടും ശരിയായില്ല. വഴി കൂടി പോണവരെയൊക്കെ തല്ലി അവരുടെ നെഞ്ചത്ത് കരാട്ട കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും. അത് കേട്ടതും മോളെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതൊരു നല്ല കുട്ടിയാണ്. ആ കുട്ടിയുടെ വിഷമം കണ്ട് അവളെ സഹായിക്കുക വേണ്ടത്, അല്ലാതെ അവളെ കുറ്റപ്പെടുത്തുകയല്ല. മുത്തശ്ശി, അവളൊരു നല്ല കുട്ടിയാണെന്ന് നിങ്ങളൊക്കെ പറയൂ. പക്ഷേ അവൾ എത്ര ആണുങ്ങളെ ഇടിച്ച് തകർത്തിരിക്കുന്നത്. ഒരു പെണ്ണായിട്ട് ഇത്രയ്ക്ക് അഹങ്കാരം പാടുണ്ടോ? തെറ്റ് ചെയ്യുന്നവൻ ആരാണെങ്കിലും ശിക്ഷ അനുഭവിക്കണം മോളെ. അത് ആണായാലും ശരി പെണ്ണായാലും ശരി. പക്ഷേ നന്ദു ചെയ്തത് തെറ്റല്ല. ഒരു പെൺകുട്ടിയെ അതിക്രമിക്കാൻ ശ്രമിച്ചവനെ അവൾ അടിച്ചു തകർത്തു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. നന്ദുവിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ പ്രാർത്ഥിക്കുമോളെ. ഇല്ല മുത്തശ്ശി, ഞാൻ പ്രാർത്ഥിക്കില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ അത്രയ്ക്ക് സങ്കടമാണ് അവൾ സമ്മാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കത് പ്രാർത്ഥിക്കാൻ പോലും കഴിയില്ല. അവളെ എങ്ങനെയെങ്കിലും
പുറത്തിറങ്ങാതിരിക്കണേന്നേ ഞാൻ പ്രാർത്ഥിക്കും. ഹാ, എന്താ മോളെ ഇത്? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇങ്ങനെ എനിക്ക് സംസാരിക്കാൻ കഴിയൂ? എൻ്റെ ജീവിതത്തിൽ തലയിടാൻ വന്നവളവൾ. അങ്ങനെയുള്ളപ്പോൾ അവളെ ഒരിക്കലും പുറത്തിറങ്ങാൻ പ്രാർത്ഥിക്കുമെന്ന് മുത്തശ്ശി വിചാരിക്കേണ്ട. അത് നടക്കത്തുമില്ല. അപ്പോൾ മുത്തശ്ശി, ഈ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഇവളുടെ അച്ഛനും അമ്മയും കൂടെ ചേർന്നായിരിക്കും ചിലപ്പോൾ ആയിരിക്കും. ഞാനല്ല, വേറെ ഏതെങ്കിലും പെൺകുട്ടിയുടെ കുടുംബത്ത്. എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇനിയും അവൾ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങും, അത് ഉറപ്പാണ്. പക്ഷെ ഒരിക്കലും ഇനി അവൾക്ക് പോലീസാകാൻ പറ്റില്ല എന്നുള്ള കാര്യവും ഉറപ്പാണ്. അത് കേട്ടതും നീ നോക്കിക്കോടി അനാമികയെ, ഒരു കാര്യം ഞാൻ പറയുക, നീ മനസ്സിൽ കുറിച്ചിട്ടോ, എന്ത് വില കൊടുത്തും നന്ദുവിനെ പുറത്തിറക്കിയിരിക്കും, നന്ദു നിരപരാധിയാണെന്ന് തെളിയിച്ചിരിക്കും എന്നും വെല്ലുവിളിക്കുകയാണ് അനാമികയെ. അത് കേട്ടതും ഒന്ന് പോടാ, ഇനി അതൊന്നും നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അങ്ങ് പോയി. ഇതെന്താ മോനെ ഇവളിങ്ങനെ? അത് കേട്ടതും എന്ത് ചെയ്യാനാ മുത്തശ്ശി, മനുഷ്യന് തലവേദനയാ, എന്ന് ഈ പിശാശ് കല്യാണം കഴിച്ച് കയറി വന്ന് അന്ന് തുടങ്ങിയ സങ്കടം ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുക. ഈ സമയം മുത്തശ്ശി, ഈശ്വര, നന്ദു ഒരു പാവം കുട്ടിയാ, ആ പെൺകുട്ടിക്ക് ഒരാപത്ത് സംഭവിക്കരുത്, അവളെ കാത്തോളണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയം ദേവയാനിയും മനസ്സിൽ ആലോചിക്കുക, മാരാറ് വക്കീൽ കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നന്ദുവിനെ പുറത്തിറക്കിയിരിക്കും, ഇറക്കണമല്ലോ. കാരണം അവൾ പുറത്തിറങ്ങിയില്ലെങ്കിൽ എൻ്റെ മരുമോളുടെ കണ്ണുനീര് എനിക്ക് കാണേണ്ടി വരും. എൻ്റെ നയനയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് വീണ എൻ്റെ നെഞ്ചിൽ നിന്നും ചോര പൊടിയുന്നത് പോലെയാ. അതുകൊണ്ട് സമ്മതിക്കില്ല ഞാൻ, എൻ്റെ മരുമോളെ കരയാൻ അനുവദിക്കില്ല ഞാൻ എന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം അനാമികയാണ് കാണിക്കുന്നത്. ഭയങ്കര സന്തോഷത്തോടെ അനാമിക പുറത്തു പോയി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. എന്നാലും എൻ്റെ സ്വപ്നങ്ങളൊക്കെ നടന്നു. എന്തൊക്കെയായാലും ആ നന്ദു ജയിലിലേക്ക് പോകുമല്ലോ. പോലീസ് ട്രെയിനിങ് ക്യാമ്പിന് പോകാൻ പറ്റാതെ അവൾ കിടന്ന് നരയിക്കുന്നത് എനിക്ക് കാണണം. എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് അവൾ എന്നെ ഒരുപാട് ദ്രോഹിച്ചു, ഇനി അവളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും വരുക. ഡീ, അപ്പോൾ അനാമിക തിരിഞ്ഞു നോക്കുക. നന്ദുവിനെ പോലീസ് സ്റ്റേഷനിലാക്കിയത് ആരാണെന്നുള്ള കാര്യം നിൻ്റെ മുഖത്തെ ഈ സന്തോഷം തന്നെ അറിയിക്കുന്നുണ്ടടി. അതേടാ, അത് നീ അവിടെ വെച്ച് വിളിച്ചു പറഞ്ഞല്ലോ, നിൻ്റെ മുത്തശ്ശിയുടെ മുന്നിൽ വെച്ച്. എന്നിട്ടിപ്പോൾ അത് വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ. അവളെ ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരുത്തി ഒരിക്കലും പോലീസുകാരത്തി ആവില്ല. അതുകൊണ്ട് നീ നോക്കിക്കോ, ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് കേട്ടതും വേണ്ടടി, വേണ്ട, നീയേ ഇത് മനഃപൂർവ്വം ചെയ്താണെന്നറിയാം. എന്നാൽ നോക്കിക്കോ, എന്ത് വില കൊടുത്തും നന്ദുവിനെ പുറത്തിറക്കാൻ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അവിടുത്തെ എസ്ഐയോട് ഞാൻ സംസാരിച്ചായിരുന്നു, അയാൾ പറഞ്ഞു. എന്നാലേ നീ കേട്ടോ, ഒന്നും അവളെ പുറത്തിറക്കാൻ കഴിയില്ല. ഏത് കൊമ്പത്തെ മലമറിച്ച വക്കീൽ തീരുമാനിച്ചാലും അവൾ പുറത്തിറങ്ങില്ലടാ. എന്തായാലും അവളെ ക്രിമിനൽ കുറ്റത്തിന് നീ അകത്തിടും ജീവിതകാലം മുഴുവനും. എന്നാൽ നീ മനസ്സിൽ കുറിച്ചിട്ടു അനാമികയെ, അവളെ നീ അകത്ത് കിടക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, ഉറപ്പായിട്ടും അവൾ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ നിൻ്റെയും നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം പോക്ക. ഇപ്പം പത്തവാരിയെല്ലാം തകർന്ന് ഒരുത്തൻ ആശുപത്രി കിടക്കുന്നുണ്ടല്ലോ, നാളെ കയ്യും കാലും ഒടിഞ്ഞും പത്രവാരിയെല്ലാം ഒടിഞ്ഞും നടുവിൻ്റെ എല്ലാം ഒടിച്ചും നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി കളയും അവൾ. അങ്ങനെ അവൾ ചെയ്താ അത് കണ്ട് സന്തോഷിക്കും ഞാൻ. നീ സന്തോഷിക്കടാ, നീ സന്തോഷിക്കുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതൊക്കെ കൊണ്ട് തന്നെയാണ് ആ നന്ദു എന്ന് പറഞ്ഞവളിട്ട് ഞാൻ കൊടുക്കുന്നത്. കാരണം അവൾ ഒറ്റൊരുത്തി കാരണമാണ് എൻ്റെ ജീവിതം ഒന്ന് ഈ അവസ്ഥയിൽ നിൽക്കുന്നത്. നീ പോലും എന്നെ സ്നേഹിക്കാത്തത് അവൾ കാരണമാണ്. കാമുകിക്ക് പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടി വരുമെന്ന് ഓർത്തപ്പോൾ സങ്കടം വരുന്നുണ്ടോ എന്നൊക്കെ പറയാം. നിന്നെപ്പോലെ ഒരു രാക്ഷസി ലോകത്ത് വേറെ ഉണ്ടാവില്ലടി എന്നും ആണെങ്കിൽ അങ്ങനെ തന്നെ. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എത്രയൊക്കെ ശ്രമിച്ചാലും അവളെ പുറത്തിറക്കാൻ സമ്മതിക്കില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആ കേസ്. എന്തായാലും മൊഴി കൊടുത്തവൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയത്തുമില്ല. എന്തൊക്കെ സംഭവിച്ചാലും ആ നന്ദു എന്ന് പറയുന്നവൾ പുറത്തിറങ്ങത്തുമില്ല, എസ് ഐ ആകത്തുമില്ല. എന്നാൽ അനാമികയെ, നീ മനസ്സിൽ കുറിച്ചിട്ടോ, അവൾ പുറത്തിറങ്ങുകയും ചെയ്യും, എസ് ഐ ആവുകയും ചെയ്യും. ഇതിലെന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഞാൻ കൊടുക്കൂടി എന്നും അനാമികയുടെ മുഖത്ത് നോക്കി അനിയും വെല്ലുവിളിക്കണം. അങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുക. ഇതിനിടയിൽ ദേവയാനി കളിക്കുന്നുണ്ട്. കാരണം ദേവയാനി എങ്ങനെയെങ്കിലും നന്ദുവിനെ പുറത്തിറക്കണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുക. അപ്പോൾ അനാമികയുടെ വെല്ലുവിളിയൊക്കെ നടക്കുമോ? കോടീശ്വരിയ ദേവയാനി എന്ത് വില കൊടുത്തും കോടികൾ മുടക്കിയും നന്ദുവിനെ പുറത്തിറക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നന്ദു ചെയ്ത നല്ല കാര്യത്തിന് നന്ദുവിനെ സഹായിക്കാൻ പല നല്ലവരും അതിന് ചുറ്റുമുണ്ട് എന്ന അനാമികയെ പോലുള്ള രാക്ഷസിയും ആ മൊഴി കൊടുത്തവരും ഭയങ്കര ക്രിമിനലായിട്ട് ആലോചിച്ചിരിക്കുന്നതുകൊണ്ട് ഓരോന്നും ചെയ്തതുകൊണ്ട് ഉറപ്പായിട്ടും അവരുടെ കാര്യം പോക്ക. പുറത്തിറങ്ങുന്ന നന്ദു
ഉറപ്പായിട്ടും അനാമികയെയും വേണുവിനെയും രേവതിയെയും തല്ലി തകർക്കുമെന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ട് ഇനി എന്തായാലും അനാമികയ്ക്ക് ഉറക്കമില്ലാത്ത നാളുകളായിരിക്കും. നന്ദുവിനോട് ചെയ്ത ഈ കൊടും ക്രൂരത ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനുമാവാതെ അനാമികയോടുള്ള വെറുപ്പ് കൂടി അനിയും അവിടെ നിന്നും പടിയിറങ്ങും. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഉറപ്പായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം. അനാമികയുടെ ക്രൂരത മൂലം ജയിലിൽ കിടക്കേണ്ടി വരുമോ നന്ദുവിന്? അതല്ല ദേവയാനിയുടെ മിടുക്കും കഴിവും കൊണ്ട് നന്ദു പുറത്തിറങ്ങോ എന്നൊക്കെ മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.